Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലൻ ടെക്സ്റ്റ് ആനിമേഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് CapCut പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ലൈറ്റ് മോഷനിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. നമ്മൾ ഗോഷ്യൻ ബ്ലറും അതേപോലെ വേവ് എഫക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അത്തരത്തിലുള്ളൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് CapCutൽ ജസ്റ്റ് 1 ക്ലിക്കിൽ തന്നെ അത്തരത്തിലുള്ളൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഗൈസ്, അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഇതാണ് CapCutൻ്റെ ഇൻ്റർഫേസ് പറയുന്നത്. നമ്മൾ CapCutൽ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക, ഓപ്പൺ ചെയ്യുക. ദെൻ നമ്മൾ സ്റ്റോക്ക് വീഡിയോ പോയിട്ടൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ ഇതേപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് റേഷ്യോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഏത് റേഷ്യോയിലാണോ ആ ഒരു സ്ക്രീൻ വേണ്ടത് ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ 1:1 സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ നമ്മൾ താഴെ ഇതേപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ എന്ത് ടെക്സ്റ്റ് ആണോ കൊടുക്കേണ്ടത് അത് വന്ന് ഇവിടെ ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഹേ ഗൈസ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ഫോണ്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായി നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു VPN കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലുള്ള ഫോണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പം VPN കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ VPN കണക്ട് ചെയ്തിട്ടില്ലാണെങ്കിലാണ് നേരത്തെ കാണിച്ച പോലെ നോ ഇൻ്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുക. അപ്പോൾ VPN കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കുറേ അധികം ഫോൺസ് നമുക്കിവിടെ കിട്ടും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഫോണ്ടാണോ അത് നിങ്ങൾ ഈ ഒരു ആനിമേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ഇവിടെ കുറേ അധികം ഉണ്ട്. നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഫോണ്ട് എന്ന് പറഞ്ഞിട്ടും ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ഫോണ്ടാണോ താല്പര്യം ആ ഒരു ഫോണ്ട് വന്ന് ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് ബോൾഡായിട്ടുള്ളത് ഈ ഒരു ഫോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ കൊടുക്കുകയാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, താഴെയുള്ള ഈ ഒരു ഭാഗം നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടാകും. നമ്മളത് കോപ്പി എടുക്കുക. നിങ്ങൾക്ക് അടുത്തതായി എന്തൊരു ടെക്സ്റ്റാണോ ആഡ് ചെയ്യേണ്ടത് അത് വന്ന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഹേ ഗൈസ് വെൽക്കം എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് വന്ന് ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പം ഏതെങ്കിലും ഡയലോഗ്, അതായത് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഡയലോഗ് ആയിരിക്കും അല്ലെങ്കിൽ സോങ്സിൻ്റെ ലിറിക്സ് ആയിരിക്കും, അതെങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ സ്റ്റൈലിൽ വരിക. സ്റ്റൈലിൽ വന്ന ശേഷം നമ്മൾ ഒപ്പാസിറ്റി എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് ഇതേപോലെ കുറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ താഴെ ടെക്സ്റ്റിൻ്റെ ഇപ്പുറത്തായിട്ട് സ്ട്രോക്ക് ഗ്ലോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അവിടെ നമ്മൾ സ്ട്രോക്ക് എനേബിൾ ചെയ്യുക, ബ്ലാക്ക് കളർ കൊടുക്കുക അല്ലെങ്കിൽ വൈറ്റ് കളർ കൊടുക്കുക. നിങ്ങൾക്ക് ഏത് കളറാണോ താല്പര്യം അത് കൊടുത്തിട്ട് അതിൻ്റെ തിക്നെസ് വന്ന് നമ്മളൊരു 5 to 10 ആ ഒരു റേഞ്ചിൽ എവിടെയെങ്കിലും ആയിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ഇതേപോലെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടെക്സ്റ്റ് വന്നിട്ട് അടുത്ത ടെക്സ്റ്റ് വരുന്ന രീതിക്ക് അറേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഹേ ഗൈസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഒന്നാമത്തെ ആ ഒരു ലെയറിൽ ഹെയ്ന്ന് മാത്രം വെക്കുക, രണ്ടാമത്തേതിൽ ഗെയ്സ് മാത്രം അങ്ങനെ സെറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു ലെയർ അറേഞ്ച് ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിക്ക് നമ്മൾ കറക്റ്റായി അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ലെയേഴ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഹെയ് എന്നുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഗെയ്സ് അതേപോലെ വെൽക്കം ഇതേപോലെ കറക്റ്റായിട്ട് എല്ലാ ലെയറും സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഗ്ലോയും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലിപ്പ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് എക്സ്പോർട്ടിങ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എക്സ്പോർട്ടായി കിട്ടും. ദെൻ നമ്മൾ ഡൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇൻ്റർഫേസ് ആദ്യം ഓപ്പൺ ആയി വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ പ്രൊജക്റ്റിൽ വരാം. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ആ ഒരു ക്ലിപ്പ് വന്ന് ഇതിലേക്ക് കറക്റ്റായി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് ആഡ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, താഴത്തെ ഭാഗം ഇതേപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ എഫക്ട്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ വരാം. ഇവിടെ നമ്മൾ വീഡിയോ എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ ട്രെൻഡിങ്ങിൽ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് എഡ്ജ് ഗ്ലോ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ടാവും. അത് വന്ന് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് എത്രയാണോ ഇതിൻ്റെ ഗ്ലോ വേണ്ടത് അപ്പോൾ അധികം ബോറാവാത്ത രീതിയിൽ ഇത് നമ്മൾ സെറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒരു 9 അല്ലെങ്കിൽ 10 ആ റേഞ്ചിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുമ്പോൾ നമുക്കിതാ ഈ ഒരു രീതി കറക്റ്റായിട്ടൊരു ഗ്ലോ കിട്ടും. ഇനി അതേപോലെ തന്നെ നമുക്കൊരു വേവ് എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ എഫക്ട്സിലേക്ക് തന്നെ വരിക. ഇവിടെ നമ്മൾ മുകളിൽ ഇതേപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ അധികം ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് റിപ്പിൾ ഡിസ്ട്രോഷൻ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് വന്ന് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തണം എന്നില്ല. ഈ ഒരു രീതിക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു വേവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ നമുക്ക് പോയാൽ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഷാർപ്പനൊന്നും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഷാർപ്പനൊന്നും കൊടുക്കണ്ട. ഓക്കെ, അതേപോലെ ബ്ലർ, സൈസ്, സ്പീഡ്, ഇൻറ്റൻസിറ്റി, ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഞാനിതിപ്പോൾ ഷാർപ്പൻ മാത്രം കളഞ്ഞത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഒന്നും കൂടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ കണ്ടില്ലേ. ഈ ഒരു രീതിക്കാണ് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് ലഭിക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.